ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനത്തെ എവിക്ഷനാണ് അല്പസമയം മുമ്പ് കഴിഞ്ഞത്. ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. 3 പേരെയും ഗാർഡൻ ഏരിയയിലേക്ക് നിർത്തി 3 പേർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു ക്യൂ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നത്. ആദ്യം അനുമോളോട് വായിക്കാൻ പറഞ്ഞു. വായിക്കാൻ മാത്രമല്ല അത് പുറത്ത് പറയാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു. ഷാനവാസിനുണ്ടായിരുന്നത് അനുമോൾ സേവ്ഡ് എന്നായിരുന്നു. അത് കഴിഞ്ഞ് അനീഷിൻ്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞു. അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് എവിക്റ്റഡ് എന്നുള്ളതായിരുന്നു. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ അനീഷ് പറയുന്നത്. അനീഷ് കരുതിയിരുന്നത് അനീഷും ഷാനവാസും ആണ് ലാലേട്ടൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ സീസണിൻ്റെ ഒരു പരിധി വരെ നമ്മളും അത്തരത്തിൽ തന്നെയാണ് കരുതിയത്. ഷാനവാസും അനീഷും ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. പിന്നീട് അനുമോളുടെ ഒരു കുതിച്ചു കയറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ്. ഇത് പെട്ടെന്നായിരിക്കും മാറി മറിയുന്നത്. അതിന് സമയമൊന്നും അധികം വേണ്ട. ഇപ്പം ഒരാളുടെ പെർഫോമൻസ് ലെവൽ കൂടാനും ഒരാളുടെ താഴേക്ക് പോകാൻ അധികം സമയം വേണ്ട എന്നുള്ളത് ഇതാ ഷാനവാസിൻ്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. എങ്കിലും പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അതിൽ ഷാനവാസ് വിജയിച്ചു കഴിഞ്ഞു. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗെയിമറായിരുന്നു ഷാനവാസ്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ അനീഷ് ആ ഒരു വാർത്ത അറിയിച്ചത്. അങ്ങനെ ഈ സീസണിലെ അവസാനത്തെ എവിക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഷാനവാസിനാണ്. മൂന്നാമതാവുക അല്ലെങ്കിൽ സെക്കൻഡ് റണ്ണർ അപ്പ് ആവുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. അങ്ങനെ എവിക്ഷൻ കഴിഞ്ഞു. ഇനി ടോപ്പ് 2 അനീഷും അനുമോളും. ഇവരിൽ ആരായിരിക്കും കപ്പെടുക്കുക? അല്പസമയത്തിനുള്ളിൽ നമുക്ക് കണ്ടറിയാം. കാത്തിരുന്ന് കാണാം.